ബഹിരാകാശ രംഗത്ത് വീണ്ടും ചരിത്രം കുറിച്ച് UAE-യുടെ MPSZ ഉപഗ്രഹം വിക്ഷേപിച്ചു. US-ലെ കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് ചൊവ്വാഴ്ച UAE സമയം 10:49-നാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപണം നടന്നത്. മേഖലയിലെ ഏറ്റവും ശക്തമായ ഭൗമനിരീക്ഷണ ക്യാമറ സജ്ജീകരിച്ചിരിക്കുന്ന ഉപഗ്രഹമാണ് MPSZ. ഇതിനോടൊപ്പം UAE-ലെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടുകൂടി വികസിപ്പിച്ചെടുത്ത ഭൂനിരീക്ഷണ ക്യൂബ്സാറ്റായ HCTSat-1 വിക്ഷേപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അധികൃതരാണ് ഉപഗ്രഹ വിക്ഷേപണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പേരിലുള്ള MPSZ-ന് 1 ടൺ ഭാരമാണുള്ളത്. നാനോ സാറ്റലൈറ്റായ HCTSat-1 മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രത്തിലെ എഞ്ചിനീയർമാരുടെ മാർഗനിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തതാണ്. MPSZ ഒക്ടോബറിൽ വിക്ഷേപിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നീട്ടിവെക്കുകയായിരുന്നു. ഗൾഫ് മേഖലയിൽ ഇതുവരെ നിക്ഷേപിച്ചിട്ടുള്ളതിൽ ഏറ്റവും നൂതന സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹമാണിത്. പൂർണ്ണമായും ഇമറാത്തി എഞ്ചിനീയർമാരുടെ സംഘം വികസിപ്പിച്ച് നിർമ്മിച്ച MPSZ സാങ്കേതിക രംഗത്തെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. UAE-യുടെ സുസ്ഥിര ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ ഉപഗ്രഹം പ്രധാന പങ്ക് വഹിക്കും. ഇതിൽ സജ്ജീകരിച്ച ക്യാമറ വഴി വ്യക്തതയോടെ ഉയർന്ന മിഴിവുള്ള ചിത്രങ്ങൾ പകർത്തുവാൻ കഴിയും. ഉയർന്ന റെസല്യൂഷനുള്ള ഉപഗ്രഹ ചിത്രങ്ങൾക്ക് വാണിജ്യ ആവശ്യക്കാർ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത് വളരെയധികം ഉപകാരപ്പെടും. ആഗോള ബഹിരാകാശ വ്യവസായത്തെ UAE-യുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതാണ് പദ്ധതി. വിക്ഷേപണത്തിന് ശേഷം ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ നിന്ന് തന്നെ ഉപഗ്രഹത്തെ നിയന്ത്രിക്കാൻ കഴിയും. നാനോ സാറ്റലൈറ്റുകളടക്കം 5 കൃത്രിമ ഉപഗ്രഹങ്ങൾ UAE നേരത്തെ തന്നെ വിക്ഷേപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.